നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വേനൽ ചൂട് കനക്കുന്നതിനിടയിൽ തെക്കൻ സൗദിയിലെ നജ്റാനിൽ ശക്തമായ മഴയും ഇടിമിന്നലുമാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. ഇതിന്റെ പിന്നാലെ ഇടിമിന്നലേറ്റ് 5 പേർ മരണപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രവിശ്യയിലെ വിവിധ ഭാഗങ്ങളിലായാണ് ഞായറാഴ്ച 5 പേർ മരണപ്പെട്ടത്. 4 യുവാക്കളും ഒരു കുട്ടിയുമാണ് മരിച്ചത്. ഇവർ പ്രവാസികളാണെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയ്ക്കൊപ്പം വന്ന ഇടിമിന്നലാണ് ഇവരുടെ ജീവനെടുത്തത്. എന്നാൽ വരും മാസങ്ങളിൽ ചൂട് ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതുപോലെ ഖത്തറിൽ ഇന്ന് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാൻ ഇടയുണ്ടെന്നും ഖത്തർ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 48 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനാണ് സാധ്യതയുള്ളത്. കൂടാതെ കരയിൽ പൊടിക്കാറ്റിനും കടലിൽ തിരമാലകൾ ഉയരാനും ഇടയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ അധികൃതരുടെ മുന്നറിയിപ്പുകൾ പ്രവാസികൾ അവഗണിക്കാതെ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം മധ്യാഹ്ന വിശ്രമം നൽകിയാണ് കടുത്ത വേനലിൽ ഗൾഫ് രാജ്യങ്ങൾ പുറം ജോലിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. UAEയിലും സൗദിയിലും കഴിഞ്ഞ മാസം 15-ന് തുടങ്ങിയ മധ്യാഹ്ന വിശ്രമ നിയമം സെപ്റ്റംബർ 15 വരെ നീളും. ഒമാനിലും ഖത്തറിലും കുവൈത്തിലും ജൂൺ ആദ്യം തന്നെ നിയമം പ്രാബല്യത്തിലായി. ബഹ്റൈനിൽ ജൂലൈ 1 മുതലാണ് മധ്യാഹ്ന വിശ്രമം തുടങ്ങിയത്. മധ്യാഹ്ന വിശ്രമം അനുവദിച്ച 3 മാസം തൊഴിലാളികൾക്ക് വിശ്രമത്തിനായുള്ള സൗകര്യം, നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങളും തൊഴിലുടമകൾ നൽകണം. പ്രഥമ ശുശ്രൂഷ, എയർ കണ്ടീഷണറുകൾ, വേണ്ടത്ര തണുത്ത വെള്ളം എന്നിവയും ലഭ്യമാക്കണം. നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴ ചുമത്തുമെന്നും അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും പുറം ജോലികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ തൊഴിലാളികൾക്ക് ആവില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ അത്യാവശ്യമാണ്. കൊടും ചൂടിൽ ജോലി ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള അസുഖങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയേറെയാണ് ഈ കാലത്ത്. അതിനാൽ വ്യക്തി ശുചിത്വം ഏറെ പ്രധാനമാണ്. ജൂലൈ തുടക്കം മുതൽ ഓഗസ്റ്റ് 10 വരെയായിരിക്കും ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നത്. കൃത്യമായ മുൻകരുതലോടെ ജാഗ്രതയോടെ ഈ ചൂട് കാലത്തെ നേരിടണമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.